ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു യൂസ്ഫുൾ വീഡിയോ ആണ്. റിപ്പീറ്റ്. ഹായ്, ബേബി ഈസ് ക്രൈയിങ്. ഒന്നുകൂടി, വൺ ടേക്ക്. സാവി മൂത്രയിച്ചു ഗൈസ്. ശൂശുവാക്കി സാവി ശൂശുവാക്കി. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ്. വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരും കാണുന്നതിന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. നേരത്തെ ബ്ലൂപ്പേഴ്സിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ചൊട്ടയൊക്കെ എൻ്റെ പൊട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പൊട്ടൊന്നും കാണുന്നില്ലല്ലോ. സംഭവം അങ്ങനെയാണ്. വാവേൻ്റെ അപ്പുറം കളിക്കാൻ നിന്ന് മുടിയും പൊട്ടും ഒക്കെ പോകും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഇന്ന് വന്നിരിക്കുന്നത് ഞാനൊരു റിക്വസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ്. ഇത്രയും റിക്വസ്റ്റിംഗ് വീഡിയോ വൈകിയതിൽ എന്തിട്ടാണ് വൈകിയെന്ന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് വാവ ഒറ്റയ്ക്ക്. അപ്പോൾ വാവേനെ മാനേജ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇപ്പോഴും കരയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ മുഖമൊക്കെ ആകെ ഡള്ളായി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വാവേനെ പോയിട്ട് മാനേജ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അധികം ലാഗൊന്നും ചെയ്യിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അൺട്രാംസിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. കമോൺ. ഇന്ന് 100ൽ 85% സ്ത്രീകളും പെൺകുട്ടികളും തന്നെ എല്ലാവരും തന്നെ സ്ലീവ്ലെസ്, അതായത് കൈയില്ലാത്ത ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്നതാണ്, സ്ലീവ്ലെസ്. അപ്പോൾ നമുക്കത് ഇടണമെങ്കിൽ തന്നെ അണ്ടർആംസിൻ്റെ ഡാർക്ക്നെസ് പാടെ ഒഴിവാക്കണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഹോം റെമഡിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ വന്നത്. മാത്രമല്ല പിന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അതായത് വീട്ടിൽ ഹോം റെമഡി ചെയ്തിട്ട് ഹോം റെമഡി ചെയ്യാൻ സമയമില്ലാത്തവർ ഹോം റെമഡി ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. അത് ഡാർക്ക്നെസ് മാറാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ വേണ്ടിക്ക് 4 ദിവസം ചെയ്യേണ്ടി വരും. അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെയാണെങ്കിൽ 4 ദിവസം ഒന്നും ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ നമുക്ക് അതിനുള്ള പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് കൂടി ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റെമഡിയിലേക്ക് കടന്നാലോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൻസിങ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബ്. തേർഡ് സ്റ്റെപ്പാണ് എന്തെന്ന് അതായത് ഒരു മാസ്ക്, ഒരു പാക്ക്. അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ അണ്ടർആംസ് ഭയങ്കര റിസൾട്ടാണ്, ഇൻസ്റ്റന്റ് ഗ്ലോ ആണ്. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ വന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലൻസിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് ക്ലൻസിങ് ആണ്. ക്ലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ലെമണാണ്. ലെമണിൻ്റെ ഹാഫ് ഭാഗം എടുത്തിട്ട് അണ്ടർആംസിൽ നന്നായി റബ് ചെയ്ത് കൊടുക്കുക. അതാണ് ക്ലൻസിങ്. അതൊരു 2-3 മിനിറ്റ്സ് മാത്രം റബ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ഒരിക്കലും ഇത് ഞാൻ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പ് പറയുന്നതിനെ വാഷ് ചെയ്ത് കളയാൻ പാടില്ല. നിങ്ങൾ തുണി കൊണ്ട് വൈപ്സ് ചെയ്തിട്ടാണ് കളയേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലൻസിങ്ങിലേക്ക് കടക്കാം. ക്ലൻസിങ് വരുമ്പോൾ പിന്നെ പുളിനാരങ്ങയുടെ, അതായത് നമ്മളെ ലെമണിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ട് നന്നായിട്ട് ക്ലൻസ് ചെയ്ത് കൊടുക്കുക. നന്നായി ആ ഭാഗത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അത് 2-3 മിനിറ്റ്സ് ഓളം അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്ലൻസിങ് കഴിഞ്ഞ് അപ്പോൾ അത് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഉപയോഗിച്ചിട്ടൊന്നും പിന്നെ കഴുകി കളയേണ്ട. ഒരു തുണി എടുത്തിട്ട് അതിൽ വെള്ളമല്ല, ഒരു ഇങ്ങനെ ജസ്റ്റ് പാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ റിൻസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കഴുകി കളയാൻ പാടില്ലേ, അതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ്. ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. അപ്പോൾ ഇതിൽ നല്ലോണം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഗ്ലോ കിട്ടൂ. ഒരു 10 മിനിറ്റത്തോളം നിങ്ങൾ അത് മസാജ് ചെയ്യേണ്ടതുണ്ട്. ഇത് ബാത്റൂം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. റൂമിൽ നിന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അകമൊക്കെ വൃത്തികേടാകും, അത് റൂംസൊക്കെ വൃത്തികേടാവും. അപ്പോൾ എന്ന് പറയുന്നത് പിന്നെ സ്ക്രബിലേക്ക് എടുക്കുമ്പോൾ സ്ക്രബിൽ വേണ്ടുന്നത് വേറൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. ഇന്ന് എല്ലാവരും പറയുന്നതാണ് അണ്ടർആംസിന് ഇതിൽ കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ബ്രൈറ്റ്നസ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. ഒന്ന് വേണ്ടത് കോഫി പൗഡറാണ്, പിന്നെ വേണ്ടുന്നത് പഞ്ചസാരയാണ്. നിങ്ങൾ കാപ്പി വെക്കുന്നതെന്ന് വിചാരിക്കും, കാപ്പി വെക്കാനൊന്നുമല്ല. രണ്ടാമത് വേണ്ടത് പഞ്ചസാരയാണ്. മൂന്നാമത് വേണ്ടത് നമ്മുടെ ലെമണാണ് നമ്മുടെ ഇന്നത്തെ പാക്കിൻ്റെ മെയിൻ താരം. അപ്പോൾ ലെമണിൻ്റെ തൊലി ഒരിക്കലും കളയാൻ പാടില്ല. അത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കാപ്പിപ്പൊടി എടുക്കുമ്പോൾ ബ്രൂ ഒന്നും വേണമെന്നില്ല. സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നില്ലേ, ഇൻസ്റ്റൻ്റ് ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇൻസ്റ്റൻ്റ് ഒന്നും തരിതരിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കാപ്പിപ്പൊടി അത് നമുക്ക് കുറച്ച് തരിതരിപ്പ് ഉണ്ടാകും. ആ തരിതരിപ്പ് വഴി നമുക്ക് നന്നായിട്ട് സ്ക്രബ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ ഒരസി കളയുന്നതാണ് സ്ക്രബ്. അപ്പോൾ ആ കാപ്പിപ്പൊടിയും പിന്നെ നെക്സ്റ്റ് വന്നത് നമ്മുടെ ലെമൺ, പിന്നെ പഞ്ചസാര അധികമായിട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കണ്ട, കുറച്ചെടുത്താൽ മതി. അതായത് നല്ലോണം ഇങ്ങനെ റബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്ക്രാച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മുടെ അവിടുത്തെ പാർട്ട് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതൊരു 2-3 മിനിറ്റ്സ് പോരാ, അതൊരു 10 മിനിറ്റ്സോളം വേണം. ഞാനത് ചെയ്ത് നോക്കിയാണ്, നല്ല റിസൾട്ടാണ്. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കിക്കോളും. അപ്പോൾ സ്ക്രബ് ഇങ്ങനെ ഒരു 10 മിനിറ്റ്സോളം ഇങ്ങനെ റബ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു തുണി വെച്ചിട്ട് ഇങ്ങനെ വൈറ്റ് ചെയ്ത് കളയുക. അതായത് തുടച്ച് കളഞ്ഞാൽ മതി, ഒരിക്കലും കഴുകി കളയണ്ട. അപ്പോൾ അതെങ്ങനെ തുടച്ച് കളയുക. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഒരു പാക്കാണ്.
പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ കൈ കൊണ്ടല്ല ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ലെമണില്ലേ, ആ ലെമൺ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ലെമണിന്റെ തൊലി ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്താൽ മതി, നല്ല റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാക്ക് ഇടലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് 10 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മൾ പാക്ക് ഇടും. പാക്ക് ഇടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമല്ല, നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അതിലൊന്ന് ലെമൺ തന്നെയാണ്, ലെമണിന്റെ നീര്, അതായത് ലെമണിന്റെ നീരാണ് അത്. പിന്നെ 2 കോഫി പൗഡർ, മൂന്നാമത്തത് അരിപ്പൊടി. അരിപ്പൊടി എല്ലാവർക്കും അറിയാലോ, നമ്മൾ റൈസ് വാട്ടറും റൈസ് പൗഡറും എല്ലാവരും ഇന്ന് ഭയങ്കര ഫേമസ് ആണ്. അതിന്റെ ഫേസ് വാഷ് ഒക്കെ ഉണ്ട്, ഭയങ്കര എന്താ പറയുക, നമ്മളെ എന്താ പറയുക, ഒരു നല്ല ബ്രൈറ്റ്നസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി സഹായിക്കും. അതുകൊണ്ടാണ് പിന്നെ അരിപ്പൊടി പാക്കിലേക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ആ അരിപ്പൊടി കാപ്പിപ്പൊടി പിന്നെ ലെമണും കൂടി മിക്സ് ചെയ്തിട്ട് പാക്കായിട്ടൊരു നിങ്ങൾക്ക് കഴിയുന്ന ഒരു 15 മിനിറ്റോ മിനിമം 15 മിനിറ്റ് ഒന്ന് വെക്കണം. ആ പാക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർആംസ് നല്ല ക്ലീൻ ആയിരിക്കും. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ വെച്ചാൽ, അതായത് നമ്മൾ ആ പാർട്ട് ഷേവ് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ ഇത് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഈ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. ഷേവ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഷേവ് ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ബ്ലേഡ് ആണെങ്കിൽ ബ്ലേഡ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ബ്ലേഡും അണ്ടർആംസിൻ്റെ ഡാർക്ക്നെസ്സിന് കാരണമാകുന്ന ഒന്നാണ്. ഒന്നിക്കൽ വീറ്റ്, അത് നമുക്കിപ്പോൾ മാർക്കറ്റിലെല്ലാം നല്ല അവൈലബിൾ ആണ്. സത്യം പറയാം, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇവനെയും വെച്ചിട്ട് എനിക്ക് ഒരിക്കലും അവിടുന്ന് ഒരു സമാധാനം കിട്ടുന്നില്ല പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് വാവ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇവൻ കരഞ്ഞു, ഞാൻ വീഡിയോ എടുത്തോണ്ട് അവൻ കരഞ്ഞു. പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു സമാധാനം കിട്ടുന്നില്ല. പിന്നെ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഞാൻ വന്നത് ഗൈസ്. ഇവനെ എടുത്തിട്ട് ഒന്നും വിചാരിക്കില്ല. അപ്പോൾ നമ്മൾ പാക്ക് കൂടി ഇട്ടു. ഇവൻ എൻ്റെ കയ്യിലാണ് ഞാൻ എടുക്കും. ഇവന് മെയിൻ ഇഷ്ടം മൊബൈലാണ്, അത് നോക്കി നിൽക്കുവേ, അപ്പോൾ പ്രശ്നമില്ല. പിന്നെ പാക്ക് എടുത്തു. പാക്കല്ലേ, ഇപ്പോൾ പാക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പം അത് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മിനിമം വെച്ചിട്ട് അത് കഴിക്കളയാം. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് അപ്പോൾ നമുക്ക് ഈ സ്ക്രബിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ 10 മിനിറ്റോളം ഏകദേശം സ്ക്രബ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ശ്രമിക്കണം എന്നല്ല, സ്ക്രബ് ചെയ്യണം. എന്തായാലും ഇപ്പോൾ എല്ലാ ഹോം റെമഡിയും ചെയ്തിട്ട് അപ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്ക്രബിങ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ചെറിയ മിനിറ്റ് മാത്രമേ എടുക്കുന്നുണ്ടാവും. കുറച്ച് കൂടുതൽ മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ 3 സ്റ്റെപ്പ് ഫോളോ ചെയ്യാം, എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കേണ്ടതാണ്. എന്തായാലും നല്ല റിസൾട്ടാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ്. ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ പറയാം. ഇതാണ് പ്രൊഡക്റ്റ് കാണുന്നുണ്ടോ? അത് സെൽഫി ക്യാമറയിലോണ്ട് തിരിഞ്ഞിട്ടാണ് കാണുക. ഇതാണ് പ്രൊഡക്റ്റ്. സംഭവം എന്ന് വെച്ചാൽ ക്വാറ എന്ന പേര്, QRAA. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം അവൈലബിൾ ആണ്. ക്വാറ എന്ന് പറഞ്ഞ ക്രീമാണ്, അണ്ടർ ആം വൈറ്റനിങ് കളർ കറക്ഷൻ മാസ്ക്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവർ ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഹെൽപ്സ് ഇൻ റിമൂവിങ് അവിടെ ഇതായി ഞാൻ യൂസ് ചെയ്തതിൻ്റെ റിമൂവിങ് റാഷസ്, അതായത് റാഷസ് ആൻഡ് ബ്ലാക്ക് സ്പോട്ട്സ് ഫ്രം അണ്ടർ ആം. അതായത് നല്ല ബ്ലാക്ക് കളറുള്ളൊക്കെ റിമൂവ് ചെയ്യാനും പിന്നെ റാഷസ് ഒക്കെ റിമൂവ് ചെയ്യാനും ഈ ക്രീം ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് 250 ഗ്രാമിൻ്റെ ഇതാട്ടോ, നല്ല ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ ഒരു പകുതിയോളം യൂസ് ചെയ്തതിന്. പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയല്ലോ, അപ്പോൾ അതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഞാൻ ഈ ഹോം റെമഡി ഒക്കെ ട്രൈ ചെയ്തു. പിന്നെ വേറൊരു പ്രൊഡക്റ്റ് കൂടി വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ റിവ്യൂ ചെയ്യുന്നതാണ്. വേറൊരു പ്രൊഡക്റ്റ് കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് റംസിന്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും വാങ്ങിയിട്ട്, അതായത് കെമിക്കലൊന്നും വാങ്ങിയിട്ട് അത്ര ഇഷ്ടമില്ല, അതായത് കെമിക്കൽ വാങ്ങാൻ താല്പര്യമില്ലാത്തവർക്കാണ് ഞാൻ ഹോം റെമഡി ഷെയർ ചെയ്തത്. ആ 3 സ്റ്റെപ്പ് അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇത് അതായത് ഒരു ജോലിക്കൊക്കെ പോയിട്ട് അതായത് സമയമില്ലാത്തവർ, വളരെ സമയം കുറഞ്ഞവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്, ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവർ ക്ലെയിം ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B3 ഉണ്ട്, പിന്നെ പാരബൻ ഫ്രീ ആണ്. അതാണ് മെയിൻ ഇത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും വരുമോ അല്ലെങ്കിൽ റാഷസ് ആകുമോ, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ചിന്തിക്കും. ഒന്നും ആവില്ല. പിന്നെ ഇവിടെ പാരബൻ ഫ്രീ ആണ്, കെമിക്കൽ ഫ്രീ ആണ് ഇവർ പറയുന്നത് പ്രത്യേകം. അവിടെ ഒരു പേടിയും വേണ്ട, ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇതൊരു സ്ക്രബാണ്, ഞാൻ കാണിച്ചു തരാം. അവൻ്റെ മുന്നിൽ ഞാൻ തുറക്കുന്നില്ല കേട്ടോ, കയ്യിലാക്കുന്നില്ല. ഒരു ഹാഷ് കളർ സ്ക്രബാണ്. ഇത് ഇത്രത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കുളിക്കാൻ മുമ്പാണ് യൂസ് ചെയ്തത്. ഇത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതൊരു സ്ക്രബാണ്. നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി ഷെയർ ചെയ്തത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇവർ പറയുന്നത് വെച്ചാൽ, ക്വാറ അണ്ടർ വൈറ്റനിങ് കളർ കറക്ഷൻ മാസ്ക് കംസ് എൻറിച്ച്ഡ് വിത്ത് ഗുഡ്നസ് ഓഫ് ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉണ്ട്. അപ്പോൾ ചാർക്കോളിനെ കുറിച്ച് എല്ലാവർക്കും അറിയില്ല, ഭയങ്കര വൈറ്റനിങ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ചാർക്കോൾ. പിന്നെ ഇതിലേക്ക് പെപ്പർമിന്റ് ലീഫ് ഓയിൽ, ടീ ട്രീ ഓയിൽ, അതർ എസെൻഷ്യൽ ഓയിൽ, അത് സേവി. പയറ് വലിക്കില്ല മോനെ, ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും നടക്കൂല. ഇവനെ വിട്ടിട്ട് എനിക്ക് അവിടുന്ന് ഒരു സമാധാനം ഇല്ല, അതുകൊണ്ട് ഇവനെ ഞാൻ എടുത്തിട്ട് വന്നു. പിന്നെ ഇതിനകത്ത് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ഇൻഗ്രീഡിയൻസ്. മെയിനായിട്ട് ആക്ടിവേറ്റഡ് ചാർക്കോൾ, പെപ്പർമെന്റ് ലീഫ് ഓയിൽ, പിന്നെ ടീ ട്രീ ഓയിൽ. അതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, അതായത് നല്ല ബ്രൈറ്റ്നസ് കൊടുക്കുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ യൂസ് എങ്ങനെയാണ് നല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ആഴ്ചയിൽ 3 തവണ യൂസ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 3 തവണ യൂസ് ചെയ്യണം. ഞാൻ ആഴ്ചയിൽ 3 തവണ യൂസ് ചെയ്യേണ്ടത്. യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ യൂസ് ചെയ്യലില്ല, അന്നേരം പ്രഗ്നൻസി ടൈം ആയിക്കൊണ്ട് ഞാൻ യൂസ് ചെയ്തു. ഇപ്പോൾ ഇനി യൂസ് ചെയ്ത് തുടങ്ങണം.
പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ക്രീം കൂടിയുണ്ട്. അതായത് ഇത് സ്ക്രബ് ചെയ്യുന്ന ദിവസം രാവിലെയും രാത്രിയും ഞാൻ ഈ ക്രീം കൂടി അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് നല്ല റിസൾട്ട് കിട്ടും. ഇതെന്ന് പറയുന്നത് ഡാർക്ക് അണ്ടർആം ക്രീം എന്നാണ്. ഇതെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ക്ലെയിം ചെയ്യുന്നത് വെച്ചാൽ ഹെൽപ്സ് ഇൻ റിമൂവിങ് റാഷസ്, ബ്ലാക്ക് സ്പോട്ട്സ് ആൻഡ് വാട്ട്സ് ഫ്രം അണ്ടർആംസ്. അപ്പോൾ അതായത് ഈ ക്വാറൻ്റെ തന്നെയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഈ ക്രീം. അപ്പോൾ ഇത് 100 ഗ്രാം, അത് 250 ഗ്രാം. നല്ല വൃത്തിയാണ്. 300 സംതിങ് ആണ്. നിങ്ങൾ അടിച്ചു ക്വാറ, QRAA ക്വാറ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ നോക്കട്ടെ, ഞാൻ വാങ്ങിച്ചതിന് ലിങ്ക്സ് ഉണ്ടോ നോക്കട്ടെ, ഞാൻ കൊടുക്കാം. അപ്പോൾ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിച്ചോളൂ. ഞാൻ പ്രൊഡക്ട്സിനെ കുറിച്ച് പറഞ്ഞുതരാം. അത് ഫ്ലിപ്കാർട്ടിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, ഞാൻ ഷെയർ ചെയ്യാം. സാവിൻ്റെ കളിയിൽ ഏകദേശം മറന്നുണ്ട്. ഈശ്വര ഭഗവാനെ, ഇങ്ങനെയുള്ളത് ഗൈവനി തന്നെ ചൊറിയാക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയെല്ലാം വീഡിയോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് ഈ റെമഡീനെ കുറിച്ച്, ഹോം റെമഡീനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി എന്നല്ല, ഇതെന്താ എപ്പിസോഡാണ് മറ്റേ, അതൊന്നുമല്ല, വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. കുട്ടിക്ക് ഏകദേശം ഒരു മാറാൻ സമയം, അവൻ്റെ സ്വഭാവം മാറാൻ സമയമായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയും പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത്രയും ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുക. എന്താണ് പ്രശ്നം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുക. അപ്പം നെക്സ്റ്റ് അടിപൊളിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ബായ് ബായ്. അവനെ കാണുന്നില്ല അല്ലേ? ഇതാ ബായ്. നീ ബായ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബായ്.